നമസ്തേ. നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP 4th സെമസ്റ്റർ BSc-കാരുടെ BSc ഹിന്ദി സിലബസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു 3 ക്രെഡിറ്റ് കോഴ്സാണ്. 5 മൊഡ്യൂളുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ 4 മൊഡ്യൂൾ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പേപ്പർ നെയിം ഹിന്ദി സാഹിത്യ में मानवता की छत्रछाया, the protection of humanity in Hindi literature. ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ സായ പ്രാചീൻ കവിതായി. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഹിന്ദി സാഹിത്യത്തിലെ പ്രാചീന കവികളും അവരുടെ ദോഹയും പദങ്ങളുമാണ്. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, റഹീംദാസ്, ബിഹാരി എന്നിവരുടെ ദോഹകളാണ്. അടുത്തതായി സെക്കൻഡ് മൊഡ്യൂൾ ഛനക്. ഇതിൽ ഓം പ്രകാശ് വാത്മീകിയുടെ ആത്മകഥയായ ഛൂട്ടനിലെ ഒരു അംശമാണ്, അതിലെ ചെറിയൊരു പോർഷനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതായി മൊഡ്യൂൾ 3 ഛായ. ഇതിൽ 2 കഥകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി കഹാനി സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാനാകാത്തൊരു പേരാണ് പ്രേംചന്ദിന്റെ. പ്രേംചന്ദ് എഴുതിയ കശ്മീരി സേബ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ആദ്യ കഹാനി. അടുത്തതായി ജയശങ്കർ പ്രസാദിന്റെ പാപ് കി പരാജയ് എന്നമാണ്. അടുത്ത മൊഡ്യൂൾ 4 പർച്ചായി. ആധുനിക് കവികളുടെ കവിതകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യമായി മൈഥിലി ശരൺ ഗുപ്തന്റെ സ്വരാജ് കി അഭിലാഷ. അടുത്തതായി ശിവമംഗൽ സിംഹ സുമന്റെ ഹം പഞ്ചി ഉന്മുക്ത് ഗഗനക്കെ. അടുത്തതായി നരേഷ് മെഹ്ത എഴുതിയ മാ എന്ന കവിതയും കൂടാതെ ജയശങ്കർ പ്രസാദ് ജയപ്രകാശ് കർദം എഴുതിയ ഗൂംഖ നഹി ഥാ മേ, കൂടാതെ നിർമ്മല പുത്തുളുടെ ആവോ മിൽക്കർ ബച്ചായേയും ലീലാധർ ജഗുഡിയുടെ ഉസ് ദിൻ കാ ജംഗൽ എന്നിവയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് പഠിക്കാനായിട്ട് ഓപ്പൺ എൻഡഡ് മൊഡ്യൂളായ 5th മൊഡ്യൂളും കൂടെ ഉണ്ട്. അത് അതത് കോളേജുകാര് ഡിസൈഡ് ചെയ്യുന്നത് പോലെ തീരുമാനിക്കാം. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് BScയുടെ BSc ഹിന്ദി സിലബസ് എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ധന്യവാദ്.